അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ആകാൻ എല്ലാരും കൊതിക്കും. എന്ത് ചെയ്യാ, കഴിവായി പോയി. ഓ, വേണമെങ്കിൽ നമുക്കും ഫ്രണ്ട്സ് ആകാം. വഴക്കിട്ടതൊക്കെ പോട്ടെ. ഓക്കെ, അപ്പൊ ഇത് പ്രശ്നം സോൾവ് ആയി. എന്നോട് ക്ഷമിച്ചൂടെ പ്ലീസ്? മാജിക് കൊള്ളായിരുന്നു. ഞാൻ പഠിപ്പിച്ചോ? എപ്പോൾ? ഞാൻ പറയാം. എനിക്ക് ഓൾറെഡി ഒരു മാജിക് അറിയാലോ. ആണോ? എവിടെ കാണിച്ചോ? നീ എന്ത് ക്യൂട്ടാണ് നോക്കി. ഇതാണ് മാജിക്. വാവ്, സൂപ്പർ. ഇവന് വട്ടാണാടെ. എനിക്ക് സംശയമില്ലാതില്ല. നമുക്ക് ക്ലാസ്സിൽ പോവാ. വാ, എല്ലാരും ഇപ്പൊ ക്ലാസ് തുടങ്ങും. ഡാ, നീ എന്താണ് ലോകത്തൊന്നുമില്ലേ? ഇവിടെ ഇവിടെ എന്ത് വാടേ? നീ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? ഇല്ലടാ, ആദ്യമായിട്ട് കണ്ടത് ഇവനെയാണ്. വല്ലാണ്ട് മനസ്സിൽ കയറിപ്പോയി. കാര്യം നീ പറഞ്ഞത് ശരിയാണ്. അവൻ നല്ല ക്യൂട്ടാണ്. എന്ത്? അവൻ ക്യൂട്ടാണെന്ന്. നീ വേറെ ആരെങ്കിലും പോയി നോക്കടാ. അവനെങ്ങനെ കണ്ണു ചെയ്യണ്ടല്ലോ. എൻ്റെ പൊന്നോ, എനിക്ക് വേണ്ട. ഞാൻ ക്യൂട്ടാണെന്നേ പറഞ്ഞോളൂ. അവൻ എൻ്റെ ടൈപ്പല്ല. എങ്കിൽ നിനക്കൊള്ളാം. ഓ ഇല്ലേ, ഞാൻ നിന്നെ വന്നെടുത്തേക്ക് തന്നെ പറഞ്ഞോളൂ. വേണ്ട, ഞാൻ പോവൂല. അപ്പം മതിയാക്ക് നിന്നോ. അല്ലടി, നീ എങ്ങനെയാണ് അവനെ സ്വന്തമാക്കാൻ പോണത്? എങ്ങനെയാണ് അവനോട് ഇഷ്ടമെന്ന് പറയാൻ പോണത്? ഞാൻ ഗന്ധർവനല്ലടേ, നീ വെയിറ്റ് ചെയ്യും. എന്ത് സഹായത്തിനും നിനക്ക് എന്നെ വിളിക്കാം. നിന്നെ വിളിക്കൂ. പറയണ്ടായിരുന്നു പുല്ല്. വരുന്നില്ലേ? വരുന്നു. നമ്മുടെ ക്ലാസ് എവിടെയാണ്? നമ്മളൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? വാ, ഞാൻ കാണിച്ചുതരാം. അതെ. അല്ലടാ, നിന്റെ പേര് ചോദിക്കാൻ വിട്ടു. എന്താ പേര്? അയ്യോ, എൻ്റെ പേരെന്തായിരുന്നു? ജീനിയൻ. ജാക്സൺ. പോകാം. അപ്പൊ നമുക്ക് ക്യാൻറ്റീനിൽ പോകാം. വിശക്കുന്നു. പോകാം. എൻ്റെ പൈസ ഇല്ലാട്ടാ. എന്തേലും ഞാൻ എടുക്കാം. You ain't even here to party. Ken in the club tryna pipe a Barbie. I don't wanna go with the flow back then until I touch my toes. I don't wanna roll the boat. Wrist full of rocks and I hope I float. Big up yourself cause you know they don't. I chew cause they hope I show. I'm a bitch, I'm a boss. I'm a bitch and a boss and I shine like glass. I'm a bitch, I'm a boss. I'm a bitch and a boss and I shine like glass. I'm a bitch. ഒരു ഗന്ധർവന്റെ പോലെ ഉണ്ടല്ലോ. അതെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇവന് മാജിക് ചെയ്യാൻ മാത്രമല്ല, മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ട്. ആണോ? എന്നാ ഒന്ന് കാണണമല്ലോ. എന്നാ കുക്കി എന്താ മനസ്സിൽ വിചാരിച്ചതെന്ന് പറ. പടച്ചോനി പെട്ടു. അയ്യോ, ഞാൻ വിചാരിച്ചതെങ്ങാനും പറഞ്ഞാലും. ഇപ്പൊ കുക്കി വിചാരിച്ചത് പറ. പറഞ്ഞു കുടിക്കട്ടി. സമൂസ കഴിക്കാൻ കൊതിയാവുന്നു. അത് ശരി, നിനക്ക് എപ്പോഴും തീറ്റയുടെ വിചാരം മാത്രമുള്ളൂടാ. ഒന്ന് പോടാ, നമ്മള് ക്യാൻറ്റീനിലേക്കല്ലേ പോണത്. അപ്പൊ വിചാരിച്ചതാ. ഭാഗ്യം, രക്ഷപ്പെട്ടു. എന്നാൽ നീ എൻ്റെ മനസ്സിൽ ഞാൻ ആരോടും പറയാണ്ട് വെച്ചിരിക്കുന്ന രഹസ്യം എന്താണെന്ന് പറയാൻ പറ്റും? ഓക്കെ, എങ്കിൽ പറ, കാണട്ടെ. നീയും ജിസോയുമായുള്ള റിലേഷൻഷിപ്പ്. ഇവൻ പറഞ്ഞ സത്യമാണോ? എത്തണ്ടി, ഞാൻ വിചാരിച്ചത് നീ വെറുതെ പറയണമെന്നല്ലേ. അപ്പൊ സത്യമാണല്ലേ? അത് കുക്കി, നിന്നോട് ഞാൻ എത്രയും പെട്ടെന്ന് പറയണമെന്ന് വിചാരിച്ചതാ. ബട്ട് ധൈര്യം കിട്ടിയില്ല. പ്ലീസ് ദേഷ്യപ്പെടരുത്. അവളോടും ചോദിക്കരുത് പ്ലീസ്. ഞാൻ അവളെ കാണാനോ ശല്യത്തിനോ നിൽക്കില്ല. ബട്ട് അവളെ എനിക്ക് തന്നെ തരണേടാ. ഞാൻ നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങാം. അവളെ നന്നായി നോക്കിക്കൊണ്ട്. ആലോചിക്കട്ടെ. ഇപ്പൊ തൽക്കാലം ക്യാൻറ്റീനിലേക്ക് പോകാം. നിനക്ക് ശരിക്കും മനസ്സിലാക്കാൻ അറിയാലേ. എനിക്ക് ഇഷ്ടമാണ് കഥ അറിഞ്ഞിരിക്കാനൊക്കെ. വരണ നോക്കി. എന്താടാ വട്ടായ? ഒന്നുമില്ലടാ. പറയടാ വട്ടി. അല്ല നിന്റെ മൂക്ക് ചമ്മന്തിയാക്കും ഞാൻ. അവൻ ശരിക്കും വിചാരിച്ചത് എന്താണെന്നറിയോ? ക്യാൻറ്റീൻ്റെ ഫുഡിൻ്റെ കാര്യമല്ലേ? അത് നീ പറഞ്ഞു. അതല്ലടാ പോത്തെ, അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അപ്പം എന്താണ് വിചാരിച്ചത്? എന്നെക്കുറിച്ചാണ്. എന്തുട്ടാണ്? എന്ത് സുന്ദരൻ, ഒരു ഗന്ധർവനെ പോലെ ഉണ്ടെന്ന്. അയ്യൻ്റെ മോനെ, പോടാ പോടാ. ചിലപ്പോൾ അവൻ എന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അവൻ എൻ്റെ ടൈപ്പ് അല്ലെങ്കിലും അവനൊരു ജീവിതം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും അവനോട് ഇത്ര ഇഷ്ടം. സൗന്ദര്യം കൂടിപ്പോയതിൻ്റെ കുഴപ്പം. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവനെ.
ഡേ ഞാനൊരു തമാശ പറഞ്ഞതാടേ. തമാശ ആണെങ്കിലും സഹിക്കാൻ പറ്റുന്നില്ലടാ. അവനെ മറ്റൊരാൾ തട്ടിയെടുക്കുമെന്ന് പറയുന്നതും പോലും മരണതുല്യമായ വേദനയാണ്. അറിയില്ല എനിക്കെന്താ ഇങ്ങനെയെന്ന്. സോറിടാ, നീ ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു മറ്റു ഗന്ധർവന്മാരെ പോലെ തന്നെ വെറുതെ ഫ്ലേർട്ട് ചെയ്യാനാ, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ്റെ പുറകെ നടക്കണമെന്ന്. അല്ലടാ, എനിക്കവനെ സ്വന്തമാക്കണം. അവൻ്റെ മുയിൽ കുഞ്ഞു പോലുള്ള സുന്ദരമായ മുഖം വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവൻ്റെ ചിരിയും എനിക്കവനെ സ്വന്തമാക്കണം. ചേട്ടാ, നീ ഒരു ഗന്ധർവനല്ലേ, അപ്പോൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല. വിഷമിക്കേണ്ട, എന്തെങ്കിലും വഴിയുണ്ടാവും. എന്തായാലും നിൻ്റെ ഇപ്പോൾ ഏത് സാഹചര്യത്തിലും ഏത് സഹായത്തിനും ഞാനുണ്ടാവും. താങ്ക്സ് ഡാ. നിങ്ങൾ എന്താണ് അവിടെ നിന്ന് വേറെ ഇറങ്ങിയ? ഒന്ന് വാ പിള്ളേരെ. അടാ വരണം. 4 ചായേ വടപഴംപൊരി. നിനക്ക് ഞാനിതിൽ ഒരു ഭാവി കാണുന്നു മകനെ. ഡാ, നീ അത് നോക്കിയേ. എന്താടാ നിങ്ങനെ നോക്കണത്? ഇനി ഞാൻ കണക്ഷൻ എടുക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെയാണേ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ഞാനത് ഷിപ്പ് ചെയ്യും. അപ്പം നീ എതിർക്കൂലേ? എന്തിനു? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. പിന്നെ അവർ രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സും. ഞാനപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യലുള്ളൂ. ഓ, നീ വളരെ വലിയ മനസ്സിനുടമയാണ്. ഒന്ന് പോടെ. നീ പറഞ്ഞത് ശരിയാടാ. ടീക്ക് ഇഷ്ടമാണ്, പറഞ്ഞിട്ടില്ല. ഹേയ്, എനിക്കൊരു ഐഡിയ. എന്താടാ? നമുക്ക് ഈവനിങ് ഒരു ഒറ്റക്കാക്കി ടൈം കൊടുത്താലോ? ഗുഡ് ഐഡിയ. ഇനി ഒരു 2 hour അല്ലേ, അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു പോകാം. ഡൺ. എന്ത് വെച്ചിട്ടേ? എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? ഇല്ല, ഒന്നുമില്ല. എന്നാ വേഗം കഴിക്ക്, ക്ലാസ് തുടങ്ങാറായി. വാ പോകാം. ഡാ, സോറിയടാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ പോണം. എവിടെ? ദവട ഇല്ലേ, ദവട. എവിടെ? ഓ, നിന്നോട് ഞാൻ വന്നിട്ട് പറയാം. നീ ടേടൊപ്പം വീട്ടിൽ കൊക്കോ. ബൈ. ഡാടാ, പറഞ്ഞിട്ട് പോണതേണ്ടി ഇവനെ കൊണ്ട്. എനിക്കും പോണം, ഞാനും പോണു. നീ എവിടെ പോണു? ദവട പോയ ജാക്സന്റെ കൂടെ പോണു. ബൈ. രണ്ടിനും വട്ടായ കുക്കി. നീ എന്തിനാ ഇങ്ങനെ അടങ്ങിയിരിക്കണം? നീ എന്താടാ ഇങ്ങനെ നോക്കണത്? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ എന്താണ് ഈ കാണിച്ചത്? കുക്കി സോറി, എനിക്ക് നിന്നെ നഷ്ടപ്പെടരുതെന്ന് എഴുതിട്ടാ. അതിനെങ്ങനെയാണ് ചെയ്യണത്? സോറി, നീ എന്നെ എന്താണ് ചെയ്തോ ശിക്ഷയായിട്ട്. ശരി, മുട്ട കുത്തിയിരിക്കും. കുക്കി, നീ എന്താടാ ചെയ്യണത്? ഞങ്ങൾക്കൊരു സാധനം ഉണ്ടാക്കേണ്ട. അപ്പൊ നിനക്ക് അവൻ സെറ്റായ? ഇഷ്ടമാണെന്നും കൂടെ തെളിച്ച് പറഞ്ഞിട്ടില്ല. എന്നായാലും ഇത് ചെയ്ത് തീർന്നിട്ടുണ്ടെങ്കിൽ ഞാനത് അവന് കൊടുത്ത് പ്രപ്പോസ് ചെയ്യും. അതാണ് ചോദിച്ചത്, നീ എന്താണ് ഉണ്ടാക്കണമെന്ന്. ഒരു മോതിരോടാ. നിനക്ക് വട്ടാണോ? നിന്റെ മന്ത്രശക്തി കൊണ്ട് നിനക്ക് എത്ര മോതിരം വേണേലും ഉണ്ടാക്കാലോ. ഇതിലെന്താ ആത്മാർത്ഥ സ്നേഹമാടാ ഉള്ളത്? എടാ, പക്ഷെ നിനക്ക് ഉണ്ടാക്കി പരിചയമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ കുറേ നേരം പിടിക്കും, ചിലപ്പോൾ ദിവസങ്ങൾ പിടിക്കും, കൈ പൊള്ളും, കാല് പൊള്ളും. സാരില്ലടാ, എൻ്റെ വേദനകളൊക്കെ അവനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. ഈ മോതിരം അപ്പോൾ അവനെ സ്വീകരിക്കുമ്പോൾ എൻ്റെ വേദനയെല്ലാം ഇഷ്ടമായിക്കോളും. അവനതണിയുമ്പോൾ എനിക്ക് എന്തുമാത്രം സന്തോഷമാകും. എന്തായാലും വേഗം തീർക്കണം, എത്രയും വേഗം അവനെ എൻ്റേത് മാത്രമാക്കണം. നിനക്ക് വട്ടാടാ. അത് നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഡാ, അവനെന്തിപ്പോൾ നമ്മളോട് അധികം സംസാരിക്കാത്തത്? പ്രത്യേകിച്ച് കുക്കിയോട്. അത് അവനൊരു സർപ്രൈസ് കൊടുക്കാനാടാ. ആടാ, അവന് വേണ്ടി ഇവന് സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഊണുമില്ല, ഉറക്കവും ഇല്ല. ആ കൈയൊക്കെ പൊള്ളിച്ചേക്കാണ്. പൊള്ളിരിക്കണ വേണ്ട. എന്താടത്?